നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെയും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെയും ഇടയിൽ ഒരു ദിവസം മാലയിൽ സ്റ്റേ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള ഐലൻഡുകളിലെ ഒന്നായിട്ടുള്ള വില്ലിംഗ്ലിയിലേക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന്. നാട്ടിലെ KSRTC എന്നൊക്കെ പറയുന്ന പോലെ മോൾഡിവ്സിൽ ബോട്ട്സ് റൺ ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് RTL. വില്ലിംഗ്ലിലേക്കുള്ള ബോട്ട് ഫെയർ ഭയങ്കര ചീപ്പായിരുന്നു. 2 പേർക്കും കൂടെ 6 റുപ്പിയാണ് ടോട്ടലായിട്ട് വന്നത്. നമ്മളിപ്പോൾ കയറിയിട്ടുള്ള ഫെറിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഡ്രൈവർ ആൻഡ് അതർ പേഴ്സൺ 100 പീപ്പിളാണ്. ഇതുപോലെ തന്നെ 30 to 40 കപ്പാസിറ്റിയുള്ള ഫെറികളും എന്നും ഉണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഐലൻഡ് മാലേ സിറ്റീനെ വെച്ച് കമ്പയർ ചെയ്താൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഒട്ടും പോപ്പുലേറ്റഡ് അല്ലാത്തതും അതേപോലെ തന്നെ പൊല്യൂട്ടഡ് അല്ലാത്തതും ഒരു സ്ഥലമാണ്. മാലയും വില്ലിംഗ്ലിയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ വിത്തിൻ ഒരു 10 to 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ വില്ലിംഗ്ലി എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടാൽ നമ്മുടെ ഐലൻഡായിട്ടുള്ള ഫോമുല ആയിട്ട് വളരെ സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ റെസിഡൻസ് ഏരിയ, ഫ്ലാറ്റ് ഏരിയയിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. മോൾഡിവ്സിൽ ഒരു 2-3 ഡേയ്സ് ആയിട്ട് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ഈ ഐലൻഡിൽ വന്നപ്പോൾ ഹാർബർ അല്ലെങ്കിൽ ബീച്ച് സൈഡിലൊക്കെ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർബർ സൈഡിലൊരു സ്വിങ്ങിലാണ് കുറേ നേരം സ്പെൻഡ് ചെയ്തത്. ഹാർബറിലിരുന്ന് ചുറ്റിനും നോക്കിയപ്പോൾ മാലേ സിറ്റിയും അതിനോടനുബന്ധിച്ചുള്ള പല ഐലൻഡുകളും നമുക്ക് കാണാമായിരുന്നു. ഫോമുല ഐലൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഹാർബറിലേക്ക് വെള്ളം നല്ല ബ്ലൂ കളറാണ്. ഫെറി സർവീസ് ഉള്ളതുപോലെ തന്നെ ഐലൻഡിൽ ഓടുന്ന ബസ്സാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബസ്സുകളും RTL എന്നുള്ള കമ്പനിയുടെ അണ്ടറിലാണ് റൺ ചെയ്യുന്നത്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഐലൻഡുകളിലെ ബസ്സിൻ്റെ സൈസും വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ബസ്സാണ് കേട്ടോ ഇത്. മാലയിലൊക്കെ ഡബിൾ ഡെക്കർ ബസ് വരെ അവൈലബിൾ ആണ്. നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് അധികം കറങ്ങാനൊന്നും നിൽക്കാതെ അവിടെ ഹാർബറിൽ ഒരു സ്വിങ്ങിലിരുന്ന് കുറച്ച് നേരം ആടിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു.